കുങ്കുമത്തെ ശക്തിയുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. കുങ്കുമം നെറ്റിയിൽ ചാർത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈന്ദവ വിശ്വാസപ്രകാരം ശക്തി സ്വരൂപിണിയായ ആദിപരാശക്തി ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് സർവവും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവീപ്രീതിക്കായി നിത്യവും കുങ്കുമം ധരിക്കാം. ദേവീ സ്വരൂപമായ കുങ്കുമം നെറ്റിത്തടത്തിൽ ബിന്ദുരൂപത്തിലാണ് അണിയേണ്ടത്. അതാണ് ഉത്തമം. കുങ്കുമം ചാർത്തേണ്ടത് മോതിരവിരലിനാലോ നടുവിരലിനാലോ ആയിരിക്കണം. 2 പുരികങ്ങൾക്ക് മധ്യയായോ നെറ്റിക്ക് മധ്യത്തിലോ ചെറുവൃത്തത്തിൽ കുങ്കുമം അണിയുന്നതാണ് അത്യുത്തമം. ശ്രീ മാതാ അമൃതാനന്ദമയീ ദേവിയെ ശ്രദ്ധിക്കുക. ഭസ്മം, ചന്ദനം എന്നിവയ്ക്കൊപ്പം കുങ്കുമം തൊടുന്നതുകൊണ്ടും ഫലം വർദ്ധിക്കും. ചന്ദനത്തോടൊപ്പം കുങ്കുമം തൊടുന്നത് വിഷ്ണുമായ പ്രതീകമായും ഭസ്മത്തോടൊപ്പം കുങ്കുമം ചാർത്തുന്നത് ശിവശക്തി പ്രതീകമായും ഭസ്മം, ചന്ദനം, കുങ്കുമം 3ഉം ചേർത്ത് തൊടുന്നത് ത്രിപുരസുന്ദരി പ്രതീകവുമാണ്. മാത്രമല്ല ഐശ്വര്യത്തോടൊപ്പം ദൃഷ്ടിദോഷമേൽക്കാതിരിക്കാനും കൂടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കുങ്കുമധാരണം സഹായകമാണ്. ചന്ദ്ര, ചൊവ്വ, ശുക്രദശാകാലങ്ങളിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ദിവസവും കുങ്കുമം ചാർത്തുന്നത് ഫലവത്താണ്. നെറ്റിയിൽ കുങ്കുമം ചാർത്തുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രം: യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യേ 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 നമോ നമഃ എന്നതാണ്. ആർത്തവം, പുല, വാലായ്മ എന്നീ സന്ദർഭങ്ങൾ വന്നു ചേരുന്ന പക്ഷം കുങ്കുമം ചാർത്തുന്നത് ഒഴിവാക്കി നിർത്തണം. കുങ്കുമാർച്ചന കഴിപ്പിച്ച പ്രസാദം സുമംഗലികൾ സീമന്തരേഖയിൽ ചാർത്തുന്നത് ദീർഘമാംഗല്യത്തിന് അത്യുത്തമമാണത്രേ.